രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ തോന്നി അരിയിട്ട ശേഷം നമ്മുടെ മുറ്റത്ത് കുറച്ച് ചീര നിൽക്കുന്നുണ്ട്, ആ ചീര പോയിട്ട് പറിക്കാം, ഉച്ചയ്ക്കുള്ള കറി അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഫ്രിഡ്ജ് നോക്കുമ്പോൾ അതിൽ കുറച്ച് പയറും ഇന്നലെ കായ്പയ്ക്ക വറുത്തതിൻ്റെ ബാക്കി ഒരു കായ്പയ്ക്ക ഇരിക്കുന്നുണ്ട്. എന്നാൽ ശരി, അത് വെക്കാമെന്ന് വിചാരിച്ചു. വേഗം അരി ഇട്ടിട്ട് ഞാൻ കുറച്ച് പരിപ്പും വേഗം കുക്കറിലിട്ടു. എന്നാൽ അത് ചീര പറിച്ചിട്ട് വരുമ്പോഴേക്കും അതാവുമല്ലോ. വേഗം കുക്കറിലിട്ട് വേഗം അതൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞ ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിക്കാറുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ തൂവും. എന്തിനാണെന്നറിയോ? അത് തിളച്ച് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് ചീര പറിക്കാൻ പോയി. ചീര നമ്മുടെ ബാക്കിൽ കിണറിൻ്റെ അടുത്ത് തന്നെ ഒരു തൈ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വേഗം കുറച്ച് ചീരയൊക്കെ പറിച്ചു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മണത്തക്കാളി നിൽക്കുന്നുണ്ട്. മണത്തക്കാളി നമുക്ക് ആ ഇല നമ്മുടെ വയറിന് വല്ല കേടുണ്ടെങ്കിലൊക്കെ ഏറ്റവും നല്ലതാണെന്ന് പറയും. അപ്പോൾ അതിൽ തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല പഴുത്ത് നിൽക്കണം. അപ്പോൾ അതൊന്ന് എടുത്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ ബാക്കി 2 സ്ഥലത്തും കൂടി ചീര നിൽക്കുന്നുണ്ട്, അതൊന്നും ഈ 2 പൊട്ടിച്ചു. എന്നിട്ട് വേഗം വന്ന് അത് നേരാക്കാനിരിക്കുമ്പോഴേക്കും അമ്മ ഒന്ന് വന്നു. അമ്മ വന്നിട്ട് ഒന്ന് കുറച്ച് നേരം അമ്മയോട് സംസാരിച്ചു. പിന്നെ വേഗം ചീരയൊക്കെ കഴുകി അതൊക്കെ അരിയാൻ നിന്നു. പരിപ്പായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ചോറൊക്കെ ആയിരുന്നു. ചോറും വിസിലടിച്ചിരുന്നു. പരിപ്പിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് ചീരയും കൂടി നേരാക്കാനുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ വേഗം തേങ്ങ ഞാൻ എപ്പോഴും എന്താ ചെയ്യാമെന്നറിയോ? തലേ ദിവസം ഇത്തിരി ചിരവി വെക്കും, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എപ്പോഴും അതാ ചെയ്യുക. നമുക്ക് പെട്ടെന്ന് ഒരു ചട്ടണിയോ അല്ലെങ്കിൽ ഒരു ചമ്മന്തിയോ അരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആ നേരത്തെ നമുക്ക് ചിരവാൻ നിൽക്കണ്ടല്ലോ. അതിപ്പോൾ ഈ തേങ്ങ ചിരവ പറഞ്ഞാൽ എല്ലാവർക്കും ഇത്തിരി മടിയുള്ള പണിയാണ്. അപ്പോൾ ശരിക്കും അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു ദിവസം തേങ്ങ ചിരവണ സമയത്ത് ഇത്തിരി കൂടുതൽ ചിരവി അടച്ച് ഫ്രീസറിൽ വെക്കുക. അത് നോർമലിൽ വെട്ടാൽ മതി, എന്നാൽ പിന്നെ കട്ടയൊന്നും ആവില്ല. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ആ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറേശ്ശെ എടുക്കാം. ഞാൻ അധിക ദിവസം അതാ ചെയ്യുക. അതിനിടയിൽ ഞാൻ നാളികേരം അരച്ച് വെച്ചിരുന്നു. വേഗം കറിയിൽ നാളികേരം ഒഴിച്ചു. പിന്നെ അതിലേക്കുള്ള ഉള്ളി അരിഞ്ഞു, ഉള്ളി വറുത്തിടുകയും ചെയ്തു. അപ്പോഴേക്കും സമയം 1 മണി കഴിഞ്ഞിരുന്നു. വിശന്നിട്ട് വയ്യ. ഇതിനിടയിൽ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഞാൻ ഉപ്പേരി ഉണ്ടാക്കി. അതുപോലെ തന്നെ കുറച്ച് മാങ്ങാ ചമ്മന്തി, ഒരു മാങ്ങ പൊട്ടിച്ചു കൊടുന്നിരുന്നു. വേഗം ഒരു മാങ്ങാ ചമ്മന്തി അരച്ചു. കയ്പയ്ക്ക് വറുത്തുവെങ്കിലും ഞങ്ങൾ 2 കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഏകാദശിയായോണ്ട്. അപ്പൊ അത് കൂട്ടാനൊരു മോഹം. അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ? വേഗം ആ കയ്പയ്ക്ക് എടുത്തിട്ടൊന്ന് വറുത്തു. ഇന്നലെ ഏകാദശി ആയോണ്ടേ ചോറുണ്ടിട്ടില്ലല്ലോ. ചോറ് കണ്ടപ്പോ പിന്നെ വേഗം കഴിക്കാൻ കൊതി. വേഗം കഴിച്ചു ഞാനും.